നമുക്ക് ആദ്യം രണ്ട് പ്രകടനം കാണാം. ഒന്ന് MSFന്റെ പ്രകടനമാണ്, മറ്റൊന്ന് KSUവിൻ്റെ പ്രകടനമാണ്. ആദ്യം MSFന്റെ പ്രകടനം. എന്താണ് MSF നേതാക്കൾ പറയുന്നത്? MSFന്റെ മുദ്രാവാക്യം എന്താണ്? KSUവിനെതിരാണ്. എന്താണ് ബാനറിൽ എഴുതിയിരിക്കുന്നത്? MSF തോറ്റു, മതേതരത്വം ജയിച്ചു എന്ന് വെച്ചാൽ MSF മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന തോറ്റാൽ അവിടെ മതേതരത്വം ജയിക്കും എന്ന്. അതാണ് ആ വാക്കിന്റെ, ആ ബാനറിന്റെ അർത്ഥം. ആർക്കാണ് തിരിച്ചടി? ആർക്കാണ് നാണക്കേട്? സംശയം വേണ്ട, MSFന്, അതിലൂടെ മുസ്ലിം ലീഗിന്. ഇനി നമുക്ക് മറ്റൊരു പ്രകടനം കാണാം. അത് വയനാട് ജില്ലയിലാണ്. നേരത്തെ നടന്ന MSFന്റെ പ്രകടനം കൊടുവള്ളിയിലാണ്. ഇത് വയനാട് ജില്ലയിലാണ്. കാണാം. MSFന്റെ പ്രകടനമാണ്. ആർക്കെതിരെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്? കോൺഗ്രസിനെതിരെ. എന്താണ് ബാനറിൽ എഴുതിയിരിക്കുന്നത്? KSU കുഞ്ഞുങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ 2 കോൺഗ്രസ് MLA മാർ, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് IC ബാലകൃഷ്ണനും അതേപോലെ കൽപ്പറ്റയിൽ നിന്ന് T സിദ്ദിഖും, വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 2 MLA മാർ, അവർ അടുത്ത തവണ നിയമസഭ കാണില്ല എന്ന മുന്നറിയിപ്പ് നൽകിയാണ് MSF ചെയ്യുന്നത്. സ്വാഭാവികമായും രാഷ്ട്രീയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരിക തന്നെ ചെയ്യും. ഇപ്പോഴിതാ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് കൊടുവള്ളി മണ്ഡലം സെക്രട്ടറി KKA ഖാദറിൻ്റെതാണ് പ്രതികരണം. എന്താണ് പോസ്റ്റ്? ഫേസ്ബുക്ക് പോസ്റ്റാണ്, സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. ഇങ്ങനെയാണ്: ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ലോകം അവസാനിക്കില്ല. KMO കോളേജിലെ വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പിൽ ഇതാദ്യമായി ഞങ്ങളുടെ കുട്ടികൾ പരാജയപ്പെട്ടു. അവിശുദ്ധ കൂട്ടുകെട്ടുകളെ, കുതന്ത്രങ്ങളെ തിരിച്ചറിയുന്നതിൽ പിശക് പറ്റിയിട്ടുണ്ടാവും. വീഴ്ചകൾ പരിശോധിക്കും, തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും. കുട്ടികളിൽ ഞങ്ങളുടെ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല, തിരിച്ചുവരും കൊടുങ്കാറ്റായി എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആദ്യത്തെ ഭാഗം. ഇനിയാണ് പ്രധാനപ്പെട്ട ഭാഗം. അതിങ്ങനെയാണ്: ഇന്ദിരയുടെ പേരക്കുട്ടികൾക്ക്. ആരാണ് ഇന്ദിര? ഇന്ദിരാഗാന്ധി. ആരാണ് ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടികൾ? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ഇന്ദിരയുടെ പേരക്കുട്ടികൾക്ക്, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഈ അശാന്തിയുടെ കാലത്ത് തണലേകിയ ഞങ്ങളുടെ മതേതരത്വത്തിന് നിങ്ങളുടെ പുതിയ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്ന്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഈ വാക്യം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട്.
ഞങ്ങളുടെ മതേതരത്വമാണ് ആർക്ക് തണലേകിയത്, ആർക്ക് സംരക്ഷണം നൽകിയത്? രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും. ഉത്തരേന്ത്യയിൽ തോറ്റുപോകുമായിരുന്ന എന്നല്ല, തോറ്റുപോയ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് അഭയം നൽകിയ ജില്ലയാണ് വയനാട്. കോൺഗ്രസ്സുകാർ, KSUക്കാർ ഓർക്കണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. അവരെ പാർലമെന്റിലേക്ക് വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം. മുസ്ലിം സമുദായത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലം. ആ മണ്ഡലത്തിലെ മുസ്ലിം ലീഗിനെയാണ് നിങ്ങളിപ്പോൾ കളിയാക്കിയിരിക്കുന്നത്, ചോദ്യം ചെയ്തിരിക്കുന്നത്. അതിന് മറുപടി പറയുക തന്നെ ചെയ്യും. ഇതാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ MSF നടത്തിയ പ്രകടനത്തിന് എതിരെയും കോൺഗ്രസ് നേതാക്കളിൽ വലിയ അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് 2 MLA-മാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭ കാണില്ല എന്ന് പറഞ്ഞതിൽ സ്വാഭാവികമായും അതും കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. സാധാരണ നിലയിൽ 2 വിദ്യാർത്ഥി സംഘടനകൾ, അതൊരു മുന്നണിയിലെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു മുന്നണിയെ ബാധിക്കില്ല, UDF-നെ ബാധിക്കില്ല. പക്ഷേ ഇന്ന് അതെല്ലാം മുന്നണിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് വളർന്നു വരുന്നു എന്നതാണ് വാസ്തവം. അതിനെ എങ്ങനെ പ്രതിരോധിക്കും UDF നേതാക്കൾ എന്നാണ് ഇനി അറിയാനുള്ളത്. ഇനി മുകൾ തട്ടിൽ ഒരു പ്രശ്നവുമില്ല എന്ന് വരുത്തി തീർത്താൽ തന്നെ താഴെത്തട്ടിൽ ആ ഭിന്നത തുടരുക തന്നെ ചെയ്യും.